ഹേ എവരിബഡി, ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ്. ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റോറിയിൽ നിന്ന് എടുത്തൊരു സ്ക്രീൻഷോട്ടാണ്. ഇത് ഭയങ്കരമായിട്ട് എല്ലാ സ്റ്റോറിയിലും കാണാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത് നോക്കിയിട്ട് പോയത്. കൃഷ്ണകുമാറിന് ഇൻസ്റ്റാ പേജിൽ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല. പകരം ഫസ്റ്റ് പോസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ ചെറിയ അഭിഷേകം കൊണ്ട് ഇങ്ങനെ നടത്തുന്നു. മൂപ്പര് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം, അത് അങ്ങനെ വരുള്ളൂ. കാരണം മൂപ്പര് സംഖ്യയാണ്. മൂപ്പർക്ക് നോർത്ത് ഇന്ത്യയിലുള്ള സംഖ്യകളെയൊക്കെ ഇംപ്രസ് ചെയ്യാനായിരിക്കും ഈ ഒരു പോസ്റ്റ് ഇട്ടുണ്ടാകും. കാരണം കേരളത്തിൽ ഈ ഒരു പോസ്റ്റും കാര്യങ്ങളൊന്നും ചെലവില്ല. കാരണം നമ്മൾ കേരളക്കാർ ഇന്നർ വെയർ പോലെയാണ് മതവും വിശ്വാസമൊക്കെ കൊണ്ടു നടക്കാറ്. നമ്മുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അതുപോലെ തന്നെ ഒരു അനീതി കണ്ടു കഴിഞ്ഞാലും എല്ലാവരും പ്രതികരിക്കും. അപ്പോൾ ഓൾ ഐസ് ഓൺ റാഫ എന്നുള്ള ആ ഒരു സോഷ്യൽ ക്യാമ്പയിനിങ് കാര്യങ്ങളൊക്കെ ജാതി മത ഭേദമന്യേ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ കമന്റ് സെക്ഷനിൽ പോയപ്പോഴും അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും പച്ച തെറി പറഞ്ഞിട്ട് കേരളത്തിലുള്ള എല്ലാവരും തെറി പറഞ്ഞിട്ടുണ്ട്. വിളിക്കുന്നത് ഒന്നിനൊരു പരിഹാരമൊന്നുമില്ല. പക്ഷെ ഇത്തരം പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ എന്താ ആൾക്കാരും പ്രൊവോക്കാകും. കാരണം കുഞ്ഞു മക്കളടക്കം മരിച്ചു പോകുമ്പോൾ കണ്ണിച്ചവരില്ലാതെ ഒരുമാതിരി പോസ്റ്റ് ഇടുമ്പോൾ ആൾക്കാർ എന്തായാലും റിയാക്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാതിരിക്കാനും നിങ്ങളെ ചോയ്സാണ്. പക്ഷെ എനിക്കും യുദ്ധത്തിനോടും കാര്യത്തിനോടും ഒന്നും വലിയ താല്പര്യമില്ല. കാരണം ചെറിയ ചെറിയ മക്കളും സ്ത്രീകളും ഒക്കെയാണ് അവിടെ മരിച്ചു പോകുന്നത്. നമ്മളാണ് അത്തരം സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് അതിൻ്റെയൊക്കെ വേദന മനസ്സിലാവും. ഈ പോസ്റ്റിനൊന്നും റിയാക്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം തലച്ചോറ് പണയം വെച്ച് ജീവിക്കുന്നവരോട് നമ്മൾ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഇവർ ചിന്തിക്കാനൊന്നും പോകുന്നില്ല. കണ്ടപ്പം ഗ്രാൻഡമായിട്ട് പറയണമെന്ന് തോന്നി. സി ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.